ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ബെരു പിയോ എന്ന ഗുജറാത്തി മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ ആദ്യ സീനിൽ തന്നെ 3 പേര് ഒരു ഗ്രാമത്തിലേക്ക് കാറിൽ പോവാണ്. നടുവിലിരിക്കുന്ന ആളാണ് ഈ സിനിമയിലെ നായിക. ഇവളുടെ പേര് മായ എന്നാണ്. ഇവളുടെ സ്വന്തം ചേച്ചിയുടെ പേരാണ് ശാലിനി. അടുത്തിരിക്കുന്ന ആൾ അവളുടെ അളിയനാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ നാട്ടിൽ സ്വന്തമായിട്ടൊരു വീടുണ്ട്. അത് വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുകയാണ്. അവസാനമായി വന്നപ്പോൾ ചേച്ചി വീട്ടിൽ പ്രേതശല്യമുള്ളതായി കണ്ടിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അനിയത്തിയോട് പറയുമ്പോൾ അവൾ വിശ്വസിക്കുന്നതേ ഇല്ല. പ്രേതവും പിശാശവും ഒന്നും ഇല്ല ചേച്ചി, ഞാനത് തെളിയിച്ചു തരാം, വീട് വിൽക്കാൻ ഞാൻ എന്തായാലും സഹായിക്കാം എന്നൊക്കെ അനിയത്തി പറയുന്നുണ്ട്. ഈ നാടിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല, ഇവിടെ ഒരുപാട് അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ചേച്ചി പറയുന്നു. അതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് അനിയത്തി പറയുന്നു. അല്ല, നിന്റെ ചേച്ചി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു എന്ന് അളിയനും പറയുന്നുണ്ട്. എന്നിട്ട് മായ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ചേച്ചി, ഈ നാടിനെ കുറിച്ച് നിനക്കൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ദുർമന്ത്രവാദമൊക്കെ വളരെ കൂടുതലായിരുന്നു. ഈ നാട്ടുകാരൊരു കാര്യം വിശ്വസിച്ചിരുന്നു, ആർക്കെങ്കിലും ഇരട്ടക്കുട്ടികൾ ജനിച്ചാൽ ആ ഇരട്ടക്കുട്ടികളിൽ ഒരാൾ ദുഷ്ടശക്തി ആയിരിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഇരട്ടക്കുട്ടികൾ ജനിച്ചാൽ പരമാവധി 2 കുട്ടികളെയും ചെറുപ്പത്തിൽ തന്നെ അവർ കൊന്നുകളയും. ഇതായിരുന്നു ഈ നാട്ടിലെ വിശ്വാസം. എന്നാൽ ഇവിടുത്തെ രാജാവിന് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യരുത്, കുട്ടികളെ കൊല്ലരുത് എന്നൊക്കെ രാജാവ് പറയുന്നുണ്ട്. പക്ഷെ നാട്ടുകാരത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ 2 കുട്ടികൾ ജനിച്ചാൽ അതിലൊന്ന് ദുഷ്ടശക്തിയായി മാറും, അതുകൊണ്ട് നമുക്ക് തന്നെ അവരെ കൊല്ലാമെന്ന് കരുതി അവർ കൊന്നുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ നാടിനെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഈ രാജാവിന് തന്നെ ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ഇതിലൊന്ന് ദുഷ്ടശക്തിയായി മാറാൻ സാധ്യതയുണ്ടല്ലോ. ജനങ്ങൾ വിഡ്ഢിത്തം കാണിച്ച് തന്റെ കുട്ടികളെ കൊന്നുകളയുമോ എന്ന് രാജാവിന് ഭയം തോന്നുന്നു. അങ്ങനെ രാജാവ് മന്ത്രി വഴി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. നാട്ടുകാരെല്ലാം ആ സ്ഥലത്തേക്ക് വരികയാണ്. നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളിൽ ഒരാൾ ദുഷ്ടശക്തിയാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൊന്നുകളയാമെന്നാണ്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരെ കൊന്നുകളയാം എന്നവർ രാജാവിനോട് പറയുന്നു. എന്നാൽ മന്ത്രി പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്നാണ് രാജാവ് കരുതുന്നത് എന്നാണ്. ഇതിനുശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതല്ല, രാജാവ് തന്നെ ആ കാര്യം തെളിയിക്കും എന്നൊക്കെ മന്ത്രി പറഞ്ഞു. അപ്പോഴും നാട്ടുകാർക്ക് പേടിയാണ്. ഒരുപക്ഷെ വളർന്നു വലുതാകുമ്പോൾ അതിലൊന്ന് ശരിക്കും ദുഷ്ടശക്തിയായി മാറിയാൽ ഈ നാടിന് തന്നെയാണ് ആപത്ത് എന്നൊക്കെ അവർ പറയുന്നു. രാജാവുള്ളപ്പോൾ രാജാവിനെ മറികടന്ന് എന്തെങ്കിലും നടക്കുമോ? തീർച്ചയായിട്ടും ഈ 2 കുട്ടികളും നല്ല കുട്ടികളായി തന്നെ വളരും, ദുഷ്ടശക്തിയായി മാറില്ല എന്നൊക്കെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചേച്ചിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേര് ശാലിനി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇത്രയും കേട്ടപ്പോൾ തന്നെ മായയ്ക്ക് ബോറടിച്ചു. ചേച്ചി മതി, ഇത് വലിയ ബോറിംഗ് ആണെന്ന് അവൾ പറയുന്നു. ശരി, ഓക്കെ എന്ന് വെച്ച് ചേച്ചി പറയുന്നത് നിർത്തുന്നു. ഈ നാട്ടിൽ വലിയൊരു ഹോട്ടലുണ്ട്. പ്രിയ എന്ന പേരിലുള്ള ഒരാളാണ് അതിൻ്റെ ഹെഡ്. അവരിപ്പോൾ വർക്കേഴ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘ എന്നൊരു പെൺകുട്ടി അവിടെ പുതുതായി ജോലിക്ക് ചേർന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് മേഘ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 3 പേരും അവിടേക്ക് വരുന്നത്. ഇവിടെയാണ് അവർ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. വരൂ എന്ന് പറഞ്ഞ് പ്രിയ അവർ 3 പേരെയും സ്വാഗതം ചെയ്യുന്നു. ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പുതുതായി വന്ന മേഘയോട് അവർ പറയുന്നു. മേഘ അവിടെയുള്ള ഒരാൾക്ക് പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അയാളുടെ പേര് രവി എന്നാണ്. ഇപ്പോൾ മേഘയാണ് ഈ 3 പേർക്കും എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത്. ഇവർ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേഘയോട് പറയുന്നു. അടുത്തതായി ആ വീട് പോയി കാണണം എന്ന് ഈ 3 പേരും തീരുമാനിക്കുന്നു. ഇതിൽ ചേച്ചി ശാലിനിക്ക് മാത്രം കുറച്ച് പേടിയുണ്ട്. എന്നാൽ ശാലിനിയും വരാമെന്ന് സമ്മതിക്കുന്നു. 3 പേരും ഒരുമിച്ച് തങ്ങളുടെ തറവാട് വീട് കാണാനായി വരികയാണ്. അവസാനമായി വന്നപ്പോൾ ചേച്ചിക്ക് ഇവിടെ പ്രേതമുള്ളതായി തോന്നിയിരുന്നു എന്ന് മനസ്സിലായില്ലേ? അതിന് അനിയത്തി പറയുന്നത്, നീ ഗർഭിണിയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്, അല്ലാതെ വേറൊന്നുമല്ല, അതെല്ലാം വെറും തോന്നൽ മാത്രമാണ്. എങ്കിലും ചേച്ചി പറയുന്നത്, ഇവിടെ വെച്ചാണ് ഞാൻ ആ രൂപത്തെ കണ്ടത്, ശരിക്കും ഞാൻ കണ്ടതാണ് എന്നൊക്കെയാണ്. അപ്പോൾ വീണ്ടും അനിയത്തി പറയുന്നത്, നീ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്, പ്രേതവും പിശാശും ഒന്നും ഇല്ലെന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചേച്ചി പേടിക്കുന്നു. അളിയനും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് മായയാണ് വളരെ ധൈര്യത്തോടെ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഹോട്ടൽ ഉടമ പ്രിയ വളരെ നല്ലൊരു സ്ത്രീയാണ്. മേഘയോട് ജോലിയൊക്കെ സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ നന്നായി സെറ്റായി മാഡം എന്ന് മേഘയും പറയുന്നു. മേഘ പുതുതായി വന്ന ആളാണെന്ന് പറഞ്ഞല്ലോ, അവൾക്ക് അവിടെ തന്നെ താമസിക്കാൻ ഒരു റൂമൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റൂമിലേക്ക് മേഘ വരുന്നു. അവളുടെ അച്ഛനും അമ്മയൊക്കെ വേറൊരു നാട്ടുകാരാണ്. ജോലിയൊക്കെ സെറ്റായോ എന്നവർ ചോദിക്കുമ്പോൾ അതെല്ലാം സൂപ്പറായി സെറ്റായി, ഇവിടുത്തെ മാഡവും വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ അവൾ അച്ഛനമ്മമാരോട് സംസാരിക്കുന്നു. ശരി, എന്നാൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെ ശാലിനിയും ഭർത്താവിനെയാണ് കാണിക്കുന്നത്. അനിയത്തി അവിടെ പോയി എന്ന് കോൾ ചെയ്ത് അന്വേഷിക്കാമെന്ന് കരുതുമ്പോൾ അനിയത്തി മായ ആ പഴയ വീട്ടിൽ തന്നെയാണുള്ളത്. ഈ നേരത്തെ എന്തിനാണ് ആ വീട്ടിൽ പോയതെന്ന് ചേച്ചി ചോദിക്കുമ്പോൾ, നീ പ്രേതവും പിശാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് അനിയത്തി പറയുന്നു. വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് അളിയൻ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് മായ പറയുന്നു. അവൾ തനിച്ച് ആ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അത് കട്ട് ചെയ്ത് ഇപ്പോൾ മേഘയെ കാണിക്കുന്നു. മേഘ കിടക്കാൻ പോകുമ്പോൾ അവിടെ അമാനുഷികമായി എന്തോ നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഏതോ ഒരു ശക്തി അവളെ ആക്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. ആരാണെന്ന് ചോദിച്ച് അവളും പേടിച്ചിട്ട് ഒരു ഘട്ടത്തിൽ അവിടെ ബോധം കെട്ട് വീഴാൻ തുടങ്ങുന്നു.
മായയാണെങ്കിൽ ആ വീട്ടിൽ ശബ്ദം കേട്ടിട്ട് പോലും അവൾ പേടിക്കുന്നില്ല. എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്, അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാമെന്ന് കരുതി അവൾ പോവാണ്. മായ വളരെ ധൈര്യശാലിയാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും മേഘയെ കാണിക്കുന്നു. മേഘയുടെ ശരീരത്തിലേക്ക് ഏതോ ഒരു ശക്തി പ്രവേശിച്ചു എന്ന് മനസ്സിലാവുന്നു. കാരണം മേഘയുടെ സ്വഭാവം ഇപ്പോൾ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എന്തോ ഒന്ന് ശരീരത്തിൽ കയറിയതുപോലെയാണ് അവളിപ്പോൾ പെരുമാറുന്നത്. ഇപ്പോൾ പെട്ടെന്ന് മായ ചേച്ചിയെ വിളിക്കുന്നു. ചേച്ചി, വലിയൊരു പ്രശ്നമുണ്ട്, വേഗം വാ എന്ന് പറയാണ്. അയ്യോ, അനിയത്തിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു എന്ന് ശാലിനി ഭർത്താവിനോട് പറയാണ്. ഭർത്താവിൻ്റെ പേര് കെവിൻ എന്നാണ്. ഇവർ രണ്ടുപേരും വേഗത്തിൽ മായയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി വരികയാണ്. അവിടെ മായ പേടിച്ച് നിൽക്കുന്നത് കണ്ട് അവരടുത്ത് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. പേടിച്ച മുഖത്തോടെ നിന്നിരുന്ന മായ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുന്നു. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നവൾ പറയുന്നു. നീ എന്താണ് ഈ പറയുന്നത് എന്നവർക്ക് മനസ്സിലാവാതെ ചോദിക്കുകയാണ്. ഇവിടെ നോക്ക് എന്ന് പറഞ്ഞ് മായ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കാണിക്കുന്നു. ശരിക്കും ഈ വീടൊക്കെ വിറ്റ് തരുന്ന ഒരു ബ്രോക്കർ ഉണ്ടല്ലോ, അയാളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങൾ അവസാനം വന്നപ്പോൾ നിങ്ങളെ പേടിപ്പിച്ചതും ഇവനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്ന് മായ പറയുന്നു. എടാ, നീയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവനെ വഴക്ക് പറയുമ്പോൾ അല്ലല്ല, ഞാനൊന്നും ചെയ്തില്ല എന്നവൻ പറയുന്നു. എന്നാൽ അവൻ കള്ളമാണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നമ്മളെ പേടിപ്പിച്ചത്. നമ്മളാണ് പ്രേതം പിശാച് എന്നൊക്കെ പറഞ്ഞ് നന്നായി പേടിച്ചത് എന്ന് ചേച്ചിക്ക് മനസ്സിലാവുന്നു. നീ പറഞ്ഞത് സത്യമാണ് മായ എന്ന് ചേച്ചിയും സമ്മതിക്കുന്നു. അപ്പോൾ നല്ല വിലയ്ക്ക് തന്നെ ഈ വീട് വിൽക്കാം, ശരിയായ ക്ലയന്റിനെ കണ്ടെത്തി നമുക്കിത് വിൽക്കാം എന്നവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഈ സഹായം ചെയ്തത് മായയാണല്ലോ, അതുകൊണ്ട് മായയോട് അവർ നന്ദി പറയുന്നു. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങാണ്. രാവിലെയാണ് 3 പേരും കൂടി ആ ഹോട്ടലിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ മായ അറിയാതെ മേഘയെ തട്ടുന്നു. മേഘയുടെ സാധനങ്ങളൊക്കെ താഴെ വീഴാണ്. അവൾ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ വ്യത്യസ്തമായ ഒരു ചിഹ്നമുള്ളതായി മായ ശ്രദ്ധിക്കുന്നു. പക്ഷേ അത് കാര്യമാക്കാതെ അവൾ പോവാണ്. മേഘയും ഇപ്പോഴാണ് ആ ചിഹ്നം കാണുന്നത്. ഇതെങ്ങനെയാണ് കയ്യിൽ വന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. മായ ഈ പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് ചേച്ചിയും അളിയനും വളരെ സന്തോഷത്തിലാണ്. കുറച്ച് ദിവസം നാടൊക്കെ ചുറ്റിക്കണ്ട് നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം എന്നവർ കരുതുന്നു. അങ്ങനെ നാടൊക്കെ അവർ ജോളിയായിട്ട് കറങ്ങി നടക്കുകയാണ്. അവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അവരവിടെ പോയി നന്നായി എൻജോയ് ചെയ്യാണ്. എല്ലാം കഴിഞ്ഞ് അവർ രാത്രി തിരികെ ഹോട്ടലിലേക്ക് വന്നിറങ്ങുന്നു. ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന മേഘയ്ക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ എങ്ങോട്ടേക്കോ നടന്നു പോകുന്നു. ഇവർ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു ബോധമില്ലാതെ നടന്നു പോകുന്നത് കാണുന്നത്. ഇവൾ എങ്ങോട്ടേക്കാണ് ഈ നടന്നു പോകുന്നത് എന്ന് കരുതി ഇവർ അവളെ പിന്തുടരാൻ തുടങ്ങുന്നു. ഒരു മരത്തിൻ്റെ അടുത്തേക്കൊക്കെ അവൾ പോകുന്നുണ്ട്. എടീ മേഘ, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച് ഇവർ അവളുടെ പിന്നാലെ തന്നെ പോവാണ്. ഒരു ഘട്ടത്തിൽ മേഘ ബോധം കെട്ട് താഴെ വീഴാൻ പോകുന്നു. ഇവരാണ് ഓടിച്ചെന്ന് അവളെ പിടിക്കുന്നത്. എന്താ ഇവൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഇവിടേക്ക് വന്നത്? ഒരുപക്ഷെ ഉറക്കത്തിൽ നടക്കുന്ന അസുഖമായിരിക്കും എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. ശരി, റൂമിലേക്ക് കൊണ്ടുപോയി കിടത്താം എന്ന് പറഞ്ഞ് ഇവർ അവളെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നു. അങ്ങനെ കിടത്തുമ്പോഴാണ് അവർ അവളുടെ കൈ ശ്രദ്ധിക്കുന്നത്. കൈ നോക്കുമ്പോൾ ഒരു ചിഹ്നമുണ്ട്. രാവിലെ തന്നെ മായ ഈ ചിഹ്നം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് മറ്റുള്ളവർ അത് കാണുന്നത്. പ്രത്യേകിച്ച് മാനേജറായ പ്രിയയും അവിടേക്ക് വരുന്നു. അതുപോലെ മായയുടെ ചേച്ചി ശാലിനിയും അളിയനും അവിടെ ഉണ്ടായിരുന്നു. അവരും ആ ചിഹ്നം കാണുന്നു. അതിൽ ചേച്ചി മാത്രം ആ ചിഹ്നം കണ്ട് വല്ലാതെ ഞെട്ടുന്നു. ഇപ്പോഴും ഈ ചിഹ്നം ഉണ്ടോ എന്നോർത്ത് അവർ ഷോക്കാവാണ്. ചേച്ചി ഞെട്ടുന്നത് മായ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് ചേച്ചി ആ ചിഹ്നം കണ്ട് ഇങ്ങനെ പേടിക്കുന്നത് എന്നവൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ചേച്ചി മായയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി സംസാരിക്കാൻ തുടങ്ങുന്നു. ശരിക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ നിന്നോടൊരു കഥ പറഞ്ഞില്ലേ, ആ കഥയുടെ പകുതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടി നീ എന്തായാലും അറിയണം. അതിനും ഈ ചിഹ്നത്തിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചേച്ചി പറയുന്നു. ശരി, ബാക്കി കഥ എന്താ പറയാമെന്ന് മായ ചോദിക്കുമ്പോൾ ചേച്ചി ബാക്കി നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഒരു പ്രശ്നവും വരില്ല എന്ന് രാജാവും മന്ത്രിയും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പോലും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ എനിക്കതിൽ എതിർപ്പുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു കുട്ടി ദുഷ്ടശക്തിയായി മാറുമെന്ന് അവർ പറയുന്നു. എന്നാൽ അത് തെളിയിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2 കുട്ടികളുടെയും കയ്യിൽ ഒരു ചിഹ്നം വരയ്ക്കാം എന്നവർ പറയുന്നു. ആ ചിഹ്നം ഏത് കുട്ടിയുടെ കയ്യിലാണോ ഡാർക്ക് ആവുന്നത് അവൻ തീർച്ചയായിട്ടും ഒരു ദുഷ്ടശക്തിയാണ്. അവനെക്കൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരും. അവൻ വളർന്നു കഴിഞ്ഞെങ്കിലും നിങ്ങൾ അവനെ ഇല്ലാതാക്കണം. അതായത് കറുപ്പ് നിറമായി അത് മാറുകയാണെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം എന്ന് ആ സ്ത്രീ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും സമ്മതിക്കുന്നു. കാരണം നിറമൊന്നും മാറില്ല എന്ന് രാജാവ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. നീ വരച്ചോളൂ എന്ന് അദ്ദേഹം പറയാണ്. ആ സ്ത്രീ 2 കുട്ടികളുടെയും കയ്യിൽ ഒരു ചിഹ്നം വരയ്ക്കുന്നു. അതായത് മേഘയുടെ കയ്യിൽ വന്നിരിക്കുന്ന ആ ചിഹ്നമല്ലേ, അതാണ് അവർ വരയ്ക്കുന്നത്. അത് ചുവപ്പ് നിറത്തിലായിരിക്കും. ആർക്കാണോ അത് കറുപ്പ് നിറമായി മാറുന്നത് അവരാണ് ദുഷ്ടശക്തി എന്ന് ആ സ്ത്രീ പറയുന്നു. ആ ചിഹ്നമാണ് ഈ ചിഹ്നം എന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മായ ഒട്ടും വിശ്വസിക്കുന്നില്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് എന്ന് അവൾ പറയുന്നു. അല്ല മായ, ആ ചിഹ്നം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്. ഇതിനുശേഷം ഇവിടെ നിൽക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് ചേച്ചി പറയുന്നു. എന്നാൽ മായ പറയുന്നത് അല്ല ചേച്ചി, ഇപ്പോഴാണ് കളി ശരിക്കും ചൂട് പിടിക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾ 2 പേരും പൊക്കോ, ഇതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നോളാം എന്നൊക്കെ അവൾ പറയുന്നു. പ്ലീസ് നീയും വാ എന്ന് ചേച്ചി പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല, നീയും അളിയനും ശ്രദ്ധിച്ചു പൊക്കോ എന്ന് പറഞ്ഞ് മായ അവരെ പറഞ്ഞയക്കുന്നു. ഇവിടെ തന്നെ നിന്ന് ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് മായ ചിന്തിക്കുന്നു. ഇപ്പോൾ പ്രിയയാണ് മേഘയ്ക്ക് വേണ്ട ഗുളികകളൊക്കെ എടുത്തു കൊടുക്കുന്നത്. ജോലി ചെയ്യാൻ കഴിയാത്തതിന് മേഘ അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്.
അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ പ്രിയ വളരെ സപ്പോർട്ടീവായി സംസാരിക്കുന്നു. അപ്പോൾ രവി അവിടെ വന്ന് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഗുളിക വേണോ എന്നൊക്കെ വളരെ കരുതലോടെ ചോദിക്കുന്നു. രവി ഞാൻ നോക്കിക്കോളാം, നീ പോയി നിന്റെ ജോലി നോക്ക് എന്ന് പ്രിയ പറയാണ്. ഇവര് പറഞ്ഞ ഉടനെ അവൻ ജോലി നോക്കാനായി പോവാണ്. അന്ന് രാത്രിയും മേഘ പ്രേതം ബാധിച്ചതുപോലെ നടന്നു പോകുന്നുണ്ട്. ഈ കാര്യം വാതിലിനടുത്ത് നിന്ന് രവി ശ്രദ്ധിക്കുന്നുണ്ട്. മേഘ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മേഘ അതൊന്നും ശ്രദ്ധിക്കാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ നടന്നു പോവാണ്. അവൻ അവളുടെ പിന്നാലെ തന്നെ പോയി. അവൾ ബോധം കെട്ട് വീണതിന് ശേഷം വേഗം അവളെ വീട്ടിലേക്ക്, അതായത് അവളുടെ റൂമിലേക്ക് എടുത്തുകൊണ്ട് വരുന്നു. ഇതിനെക്കുറിച്ച് എല്ലാവരോടും പറയണമെന്ന് കരുതി ആദ്യം അവൻ മായയോട് പറയുന്നു. എന്താ ദിവസവും ഇവളിങ്ങനെ നടന്നു പോകുന്നത്, എന്തായിരിക്കും കാരണമെന്ന് മായ ചിന്തിക്കുകയാണ്. ഉറക്കമെണീറ്റ ശേഷം മേഘയോടും അവർ ഈ കാര്യം പറയുന്നു. എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഓർത്ത് മേഘയ്ക്കും വല്ലാത്ത കൺഫ്യൂഷൻ ആവുന്നു. ഇവർ രണ്ടുപേരും ആശയക്കുഴപ്പത്തിലാവുകയാണ്. ഇപ്പോൾ മായ ഈ നാടൊന്ന് ചുറ്റി കാണണം, അതിനായി നിങ്ങളുടെ ഡ്രൈവറെ ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പ്രിയയോട് ചോദിച്ച് സമ്മതമാകുന്നു. അതുകൂടാതെ മേഘയും പുറത്തൊക്കെ പോയി കണ്ടാൽ അവൾക്ക് കുറച്ചുകൂടി ബെറ്ററായി ഫീൽ ചെയ്യും, അതുകൊണ്ട് ഞാൻ മേഘയെ കൂട്ടിക്കൊണ്ടു പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ ആദ്യം ഒന്ന് ആലോചിക്കുകയാണ്. പിന്നെ ശരി കൊണ്ടുപോക്കോ എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവർ 3 പേരും കൂടി നാട് ചുറ്റി കാണാനായി ഇറങ്ങുന്നു. അതായത് ഈ നാടിന്റെ ചരിത്രം അറിയണമല്ലോ, അതുകൊണ്ട് പ്രായമുള്ളവരെ കണ്ട് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് അവരൊരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രായമായ ആളാണ്. ഇവർ അദ്ദേഹത്തോട് വളരെ സമർത്ഥമായി സംസാരിക്കുകയാണ്. ഞാൻ മീഡിയയിൽ നിന്നാണ്, ഈ നാടിനെ കുറിച്ച് അറിയാനാണ് വന്നത്. ഈ നാടിന് എന്തോ ശാപം ഉണ്ടെന്ന് കേട്ടല്ലോ, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്നൊക്കെ അവർ അയാളോട് സംസാരിക്കുന്നു. അപ്പോഴാണ് ആ തോട്ടത്തിൽ തന്നെയുള്ള മറ്റൊരാളെ അവർ ശ്രദ്ധിക്കുന്നത്. അയാളുടെ പേര് ഗുരു എന്നാണ്. അയാൾ തനിയെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളെന്താണ് തനിയെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ഓർത്ത് അത് വലിയ കാര്യമാക്കാതെ അവരവിടെ നിന്ന് പോകുന്നു. അടുത്തതായി രവി ഈ നാട്ടിൽ ഇയാളാണ് ഏറ്റവും പ്രായം ചെന്ന ആളെന്ന് പറഞ്ഞ് ഒരു ചായക്കട നടത്തുന്ന പ്രായമായ ഒരാളെ കാണിച്ചു കൊടുക്കുന്നു. ആ വ്യക്തിയോട് അവർ സംസാരിക്കുന്നു. അതായത് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ചേച്ചി പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് ബാക്കി പറയാൻ തുടങ്ങുന്നു. അതായത് ആ 2 കുട്ടികൾ വളർന്നു വന്നതിനെക്കുറിച്ച് അയാൾ പറയുന്നു. 2 പേരും ഇരട്ടകളാണ്, എങ്കിലും ഞാൻ അവരെ ചേട്ടൻ അനിയൻ എന്ന് തന്നെ പറയാം. ചേട്ടനെയും അനിയനെയും അച്ഛൻ നന്നായി പരിശീലിപ്പിക്കുന്നുണ്ട്. 2 പേരുടെയും കയ്യിൽ ആ ചിഹ്നം ചുവപ്പ് നിറത്തിൽ തന്നെയാണ് കാണുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ പോവാണ്. അതുപോലെ ചേട്ടൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അച്ഛനും അവനെ വിവാഹം കഴിപ്പിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങാണ്. അങ്ങനെ അനിയന് മുൻപേ ചേട്ടന്റെ വിവാഹം കഴിയുന്നു. 2 പേരും വിവാഹപ്രായത്തിലെത്തിയതിനു ശേഷമേ ഒരാളുടെ കയ്യിലെ ചിഹ്നം കറുപ്പ് നിറമായി മാറുകയുള്ളൂ. അപ്പോൾ നാം ശ്രദ്ധിക്കണം എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞിരുന്നത്. അങ്ങനെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷമാണ് നാട്ടിൽ ഒരുപാട് മോശമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത്. അതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ അനിയനായിരുന്നു. അനിയന്റെ കയ്യിലുള്ള ആ ചിഹ്നം പതുക്കെ പതുക്കെ കറുപ്പ് നിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ആ അനിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടിലിങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടുകാരെല്ലാവരും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നു. നമ്മൾ ഏത് നടക്കരുതെന്ന് ഭയന്നോ അത് തന്നെ സംഭവിച്ചു. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഇളയ മകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നവർ രാജാവിനോട് പറയുന്നു. എന്നാൽ രാജാവ് പറയുന്നത് എൻ്റെ മകൻ അങ്ങനെയല്ല, ഇപ്പോഴും അവൻ നല്ലവനാണ്, ഒരു ദുഷ്ടശക്തിയും അവനിൽ പ്രവേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തുണയ്ക്കുന്നു. അവനും ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയാം. അല്ലല്ല, നീ ഒരുപാട് പേരുടെ മനസ്സ് മാറ്റുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് നാട്ടുകാരിൽ ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ അനിയൻ പറയുന്നുണ്ട്, നാട്ടിൽ പ്രശ്നം നടക്കുന്നത് സത്യം തന്നെയാണ്, പക്ഷെ അത് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ചേട്ടനാണെന്ന്. എന്താ അവൻ ഇങ്ങനെ പറയുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. എല്ലാവരും അനിയനെയാണ് സംശയിച്ചത്, കാരണം അനിയനായിരുന്നു കുറച്ച് മോശക്കാരനായിരുന്നത്. എന്നാൽ അനിയൻ ചേട്ടനെയാണല്ലോ കുറ്റം പറയുന്നത് എന്ന് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ചേട്ടൻ്റെ വിവാഹം ഈ അടുത്താണല്ലോ കഴിഞ്ഞത്, അവനെ ഇങ്ങോട്ടേക്ക് വരുത്തണം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ ആളുകൾ ചേർന്ന് ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തുന്നു. നീയാണോ ഈ തെറ്റൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അല്ലെന്ന് പറയുന്നു. അപ്പോൾ 2 പേരും കൈ കാണിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ ചേട്ടൻ്റെ കൈ കണ്ട് ഞെട്ടുകയാണ്, കാരണം അവൻ്റെ കയ്യിലുള്ള ചിഹ്നമായിരുന്നു കറുപ്പ് നിറമായി മാറിയിരുന്നത്. അപ്പോൾ ഇവനായിരിക്കും ആ ദുഷ്ടശക്തി എന്ന് പറഞ്ഞ് ആളുകൾ ദേഷ്യപ്പെട്ട് അവനെ തല്ലാൻ തുടങ്ങുന്നു. അച്ഛൻ രാജാവാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും ചേർന്ന് ചേട്ടനെ തല്ലുകയാണ്. ചേട്ടൻ തൻ്റെ ഭാര്യയെ അവസാനമായ ഒരു വട്ടം കാണാനായി പോകുന്നു. എന്നാൽ അതിനുള്ളിൽ നാട്ടുകാർ അവനെ തല്ലി വലിച്ചഴച്ചു കൊണ്ടുവരുന്നു. ഇതിനുശേഷം ഇവൻ ജീവനോടെ ഇരിക്കുന്നത് ആപത്താണ്, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് നാട്ടിലൊരു കിണറുണ്ട്, അതിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് നാട്ടുകാർ അവനെ അതിലിട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ അവനെ കാണാൻ വരുന്നു. നോക്കുമ്പോൾ മരിക്കാതെ ചേട്ടൻ അവിടെ കിടന്ന് തൂങ്ങുന്നുണ്ട്. എടാ അനിയ, ഞാനൊന്നും ചെയ്തിട്ടില്ലടാ, എന്നെ രക്ഷിക്ക് എന്നവൻ അപേക്ഷിക്കുന്നു. അതെ ചേട്ടാ, നീ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അതെല്ലാം ചെയ്തത് ഞാനാണ്. എന്ത് ചെയ്യാനാ, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പിടിക്കപ്പെടാതിരിക്കാനാണ് നിന്റെ കയ്യിലുള്ള ചിഹ്നം കറുപ്പാകുന്നത് പോലെ ഞാൻ ചെയ്തത്. ശരിക്കും എൻ്റെ കയ്യിലുള്ള ചിഹ്നമാണ് കറുപ്പ് എന്നവൻ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ഞെട്ടി ആ ചേട്ടൻ കിണറ്റിലേക്ക് വീഴുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആ അനിയൻ്റെ പേരെന്താണെന്ന് അവർ 3 പേരും ചോദിക്കുന്നു. അവൻ്റെ പേര് എന്തോ ആയിരുന്നല്ലോ, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വന്ന ഒരാളുടെ ശരീരത്തിൽ ഒരു ആത്മാവ് കയറിയതുപോലെ വിദ്യാഹർ എന്നവൻ്റെ പേര് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കാം അയാൾ പേര് പറഞ്ഞത് എന്നിവർ കരുതുന്നു. എന്നാൽ അയാളുടെ ശരീരത്തിൽ ഏതോ ഒരു പ്രേതം വന്നിട്ടാണ് അവൻ്റെ പേര് പറഞ്ഞത്. ഇപ്പോൾ മേഘയുടെ കയ്യിൽ ആ ചിഹ്നം വന്നിട്ടുണ്ടല്ലോ, ഞാനും എന്തെങ്കിലും ചെയ്യോ, ഞാൻ തെറ്റായ വഴിയിൽ പോവോ എന്നൊക്കെ അവർക്ക് ഭയം വരികയാണ്. അതൊന്നുമില്ല, നാട്ടുകാർ വെറുതെ ഓരോ കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് മായ പറയുന്നു. എന്നാൽ രാത്രി സമയത്ത് മേഘ ഭ്രാന്ത് പിടിച്ച പോലെ ആ കിണറ്റിനടുത്തേക്ക് പോവാണ്. കിണറ്റിലേക്ക് ചാടാൻ പോകുന്നത് പോലെ പോവാണ്. ഭാഗ്യത്തിന് മായയും രവിയും അവളെ പിന്തുടർന്ന് അവിടേക്ക് വരുന്നു. മേഘ അബോധാവസ്ഥയിലാണല്ലോ, അവർ മേഘയെ രക്ഷിക്കുന്നു. ഇപ്പോൾ മേഘയെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. രാവിലെയും മേഘയ്ക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വളരെ പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവൾ മായയോട് സങ്കടപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നിന്റെ വെറും സങ്കല്പം മാത്രമാണ്, നാട്ടുകാർ പറയുന്നൊന്നും നടക്കാൻ പോകുന്നില്ല, നിന്റെ പ്രശ്നം ഞാൻ വേഗം തന്നെ പരിഹരിക്കാം എന്ന് മായ പറയുന്നു. ഇത് പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങുമ്പോൾ മറ്റാരോ അവളുടെ കൈ പിടിക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് പ്രീതി എന്നാണ്. നീ ഒരു കാര്യവും വിശ്വസിക്കില്ല എന്ന് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും അത് നടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവൾ മായയുടെ കൈ ഒരു പ്രത്യേക രീതിയിൽ പിടിക്കുന്നു. അപ്പോൾ മായയുടെ മനസ്സിലേക്ക് വേറെ ചില പെൺകുട്ടികൾ ആ കിണറ്റിൽ ചാടുന്ന പോലെയുള്ള ദൃശ്യങ്ങൾ കടന്നു വരുന്നു. ഇവളെന്തോ വ്യത്യസ്തമായ ഒരാളാണെന്ന് തോന്നി മായ പ്രീതിയെ വളരെ അത്ഭുതത്തോടെ നോക്കുന്നു. ഈ മായ പ്രേതത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എന്നാൽ പ്രീതി കൈ പിടിച്ച ഉടനെ തനിക്കുള്ളിൽ എന്തോ മാറ്റം വരുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന അളിയനെയും ചേച്ചിയുമാണ് കാണിക്കുന്നത്. അവൾക്ക് എന്താവുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാറിനുള്ളിൽ പുക പോലെ എന്തോ വരുന്നു. ആ പുകയിൽ ആ ചിഹ്നം തെളിയുന്നു. ആ ചിഹ്നം കണ്ട് അവർ രണ്ടുപേരും ഞെട്ടുന്നു. ഇവർക്കും എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്. ഈ നാട്ടിൽ പെട്ടെന്നൊരു കുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം എന്ന് മായ ചിന്തിക്കുന്നു. ഇപ്പോൾ മായയും രവിയും ഒരുമിച്ച് ആ പ്രായമായ ആളെ കാണാൻ വരുന്നു. അതായത് അദ്ദേഹത്തിന്റെ മകളെയാണ് കാണാതായത്. ആ പെൺകുട്ടി എങ്ങനെ കാണാതായി, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വിശദമായി ചോദിക്കുമ്പോൾ അവളെ കാണാതാവുന്നതിന് മുമ്പ് ആ ശപിക്കപ്പെട്ട ചിഹ്നം അവളുടെ കയ്യിൽ വന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ ചിഹ്നം വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളെ കാണാതായി എന്ന് അയാൾ പറയുന്നു. ആ കുട്ടിയെക്കുറിച്ച് അവർ ഒരുപാട് പേരോട് അന്വേഷിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അവസാന കുറച്ച് ദിവസങ്ങളായി അവളുടെ പെരുമാറ്റങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നവർ പറയുന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൾ നടന്നിരുന്നത് എന്നവർ പറയുന്നു. ഇപ്പോൾ മേഘ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കാണാതായ ആ പെൺകുട്ടിയും ചെയ്തിരുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ മേഘയ്ക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതി രവി ഭയപ്പെടുന്നു. പേടിക്കണ്ട രവി, അങ്ങനെയൊന്നും നടക്കില്ല, മേഘയ്ക്കൊന്നും സംഭവിക്കാതെ നമുക്ക് നോക്കാം എന്ന് മായ പറയുന്നു. ഒരു പെൺകുട്ടിയെ കാണാതായി എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നാട്ടിൽ അടുത്തടുത്തായി 2-3 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് അവർക്കറിയാൻ കഴിയുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് പോലീസിനോട് സംസാരിച്ചാൽ എന്താ? അവരോട് അന്വേഷിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് കരുതി അവർ ആ ഏരിയയിലെ ഇൻസ്പെക്ടറെ കാണാൻ വരുന്നു. സാർ, ഒരുപാട് മിസ്സിംഗ് കേസുകൾ വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് സാർ ഒരു അന്വേഷണവും നടത്താത്തത് എന്ന് ചോദിക്കുമ്പോൾ കാണാതായ എല്ലാവരുടെയും കയ്യിൽ ആ ചിഹ്നം വന്നിരുന്നു. അതിനുശേഷമാണ് അവരെ കാണാതായത്. അതുകൊണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് സാർ ഈ പറയുന്നത്? സാർ, ഈ നാട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ പണ്ട് നടന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. വേറെ ആരോ ഈ കെട്ടുകഥകളൊക്കെ സത്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. പെൺകുട്ടികളെല്ലാം വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ നെറ്റ്വർക്കിനെ നമ്മൾ പിടിക്കണം എന്നൊക്കെ മായ പറയുന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ദുഷ്ടശക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അവരവിടെ നിന്നും ഇറങ്ങാണ്. ആ പോലീസ് ഡീറ്റെയിൽസ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് കാണാതായവരുടെ വിവരങ്ങളൊന്നും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. രവി അവിടെയുള്ള ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൂട്ടിയിരുന്നു. ആ കോൺസ്റ്റബിൾ ആരെയൊക്കെയാണ് കാണാതായത് എന്ന ലിസ്റ്റ് നൽകുന്നു. ഒരു 4-5 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരേ ദിവസമാണ് അവരെ എല്ലാവരെയും കാണാതായതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. കാണാതായ എല്ലാവരുടെയും കയ്യിൽ ആ ചിഹ്നം വന്നിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മേഘയുടെ കയ്യിലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളും അപ്രത്യക്ഷയാകാൻ സാധ്യതയുണ്ട്. അവളെ ആര് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവോ അവരെ പിടിക്കണം എന്നൊക്കെ മായ ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആരോട് ചോദിച്ചാലാണ് അറിയാൻ കഴിയുക എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്. അവൻ പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഗുരു എന്ന പേരിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന് എല്ലാം അറിയാം, അദ്ദേഹത്തോട് സംസാരിച്ച് നോക്ക് എന്ന്. നമ്മൾ അന്ന് പോയി പ്രായമായ ഒരാളോട് സംസാരിച്ചപ്പോൾ വേറൊരാളെ കണ്ടിരുന്നില്ലേ, അയാളായിരിക്കും ഗുരു എന്നവർ ചിന്തിക്കുന്നു. ശരി, ആ ഗുരുവിനെ പോയി കാണാമെന്ന് കരുതി അവരാദ്യം ആ പ്രായമായ വ്യക്തിയോട് ഗുരുവിനെ കുറിച്ച് ചോദിക്കുന്നു. ഇനിയും ഒരുപാട് പെൺകുട്ടികളെ കാണാതായനെ, ഗുരുവാണ് അതെല്ലാം തടയുന്നത് എന്ന് ആ വ്യക്തി പറയുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരു പക്ഷേ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ ഗുരു ആയിരിക്കുമോ എന്ന് പോലും അവർ സംശയിക്കുന്നു. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരു അടുത്ത് വന്ന് സംസാരിക്കുന്നു. അതേന്ന് പറഞ്ഞ ഒരു ഗുരുവിനോട് സംസാരിക്കുന്നു. ഈ നാട്ടിൽ പെൺകുട്ടികളെ കാണാതാകുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അതെ, അത് നടക്കുന്നുണ്ട്, അത് തടയാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ കൈവയ്ക്കുന്നു. പെട്ടെന്ന് ഒരു പൂ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ വേറൊരു സ്ഥലത്ത് അയാൾ പൂ വരുത്തുന്നു. ഇതെല്ലാം കാണുന്ന മായ, നിങ്ങൾ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഇയാളുടെ കയ്യിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അതുപയോഗിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത്. എന്നാൽ മായയ്ക്ക് ഇതൊന്നും ഒട്ടും വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് അവൾ വിശ്വസിക്കുന്നതേയില്ല. അയാൾ പറയുന്ന കാര്യങ്ങളും അവൾ വിശ്വസിക്കുന്നില്ല. ഗുരു മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത് കൊണ്ട് അവർ തിരികെ ആ പ്രായമായ ആളുടെ അടുത്തേക്ക് തന്നെ സംസാരിക്കാൻ വരുന്നു. ശരിക്കും നമുക്ക് 2 സഹോദരന്മാരുടെ കഥ കാണിച്ചു തന്നല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കാര്യങ്ങളൊക്കെ നടന്നത്. അവരുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എവിടെയായിരിക്കും എന്നിവർ ചോദിക്കുമ്പോൾ അതെല്ലാം മ്യൂസിയമായി മാറി. ഇവിടെ തന്നെയാണ് ആ മ്യൂസിയം ഉള്ളത്, ഉള്ളിലേക്കൊന്നും പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ആ പ്രായമായ ആൾ പറയുന്നുണ്ട്.
നമ്മൾ രഹസ്യമായിട്ടെങ്കിലും അതിനുള്ളിൽ കയറണം എന്ന് മായ ചിന്തിക്കുന്നു. രാത്രി സമയത്ത് ആ സ്ഥലം അടച്ചിട്ടിരിക്കുകയായിരിക്കും. ഇവർ ഒളിച്ചു കടന്ന് ഉള്ളിൽ കയറാണ്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നവർ തിരഞ്ഞു നോക്കുന്നു. അവിടെ അവരൊരു ഫോട്ടോ കാണുന്നുണ്ട്. അതായത് ആ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ, ആ ഫോട്ടോ കാണുമ്പോൾ അവർ ഞെട്ടിപ്പോവാണ്. എന്തിനാണ് ഈ ഫോട്ടോ കണ്ട് ഇവർ ഞെട്ടുന്നത് എന്നിപ്പോൾ നമുക്കറിയില്ല. പോകെ പോകെ നമുക്കത് മനസ്സിലാവും. ഇതേ സമയം മേഘയ്ക്ക് വീണ്ടും പ്രേതം ബാധിക്കുന്നു. ആരോ അവളെ നിയന്ത്രിക്കുന്നത് പോലെ അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഫോട്ടോ കണ്ട ഉടനെ മായയ്ക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. തിരികെ നമുക്ക് ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി അവർ ഹോട്ടലിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ ഇവർ ഹോട്ടലിൽ വരുമ്പോഴാണ് ഭ്രാന്ത് പിടിച്ചതുപോലെ മേഘ നടന്നു പോകുന്നത് കാണുന്നത്. മേഘ നിക്ക് എന്ന് അവൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ നിൽക്കാതെ നടന്നു പോവാണ്. ശരി, അവൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കാമെന്ന് കരുതി അവർ പിന്നാലെ തന്നെ പോവാണ്. നേരത്തെ ഒരു ചായക്കടക്കാരനെ പരിചയപ്പെട്ടില്ലേ, അദ്ദേഹം മേഘയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മേഘ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളെ തള്ളി താഴെയിട്ട് നടന്നു പോകുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച മായ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. മേഘയെ പിന്തുടരണം എന്ന് പറഞ്ഞ് വേഗത്തിൽ അവളുടെ പിന്നാലെ പോകുന്നു. പിന്നാലെ വന്നപ്പോൾ ആ കിണറ്റിനടുത്തേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. കിണറ്റിലേക്ക് ചാടാൻ വേണ്ടി അവൾ പോകുന്നുണ്ട്. എന്നാൽ പിന്നാലെ വന്ന മായ അവളെ തടയുന്നു. അങ്ങനെ തടഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കാമെന്ന് കരുതുമ്പോൾ മായയെ ആരോ ആക്രമിക്കുന്നു. മായ തെറിച്ച് ദൂരേക്ക് വീഴുന്നു. മായയെ ആക്രമിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് മറ്റൊരു സ്ത്രീ വന്ന് മേഘയോട് കിണറ്റിലേക്ക് ചാടാൻ പറയുന്നത്. ആ സ്ത്രീ ആരാണെന്ന് നോക്കിയാൽ അത് പ്രിയയാണ്. ഇപ്പോഴാണ് പ്രിയയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ചേട്ടന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ ഭാര്യയെ കാണിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഭാര്യയെ കാണിക്കുന്നത്. അവരുടെ രൂപം കാണാൻ അച്ചട്ടായി പ്രിയയെ പോലെ തന്നെയാണ്. ഇപ്പോൾ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ വളരെ സന്തോഷത്തിലാണ്. ഞാൻ ലവ് മാരേജ് ആണെന്നാണ് നേരത്തെ പറഞ്ഞത്, എന്നാൽ ശരിക്കും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഭാര്യയോട് അയാൾ പറയുന്നത് അവസാനം വരെ നിന്റെ കണ്ണ് നിറയാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ്. ഇവർ രണ്ടുപേരും വളരെ റൊമാൻറ്റിക്കായി അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ അനിയൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ അവൻ ചേട്ടനെ കുടുക്കി. അപ്പോൾ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ ചേട്ടൻ കാരണമാണ് നാട്ടിൽ പ്രശ്നം വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇവന്റെ കഥ കഴിക്കണം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ പോലും ചേട്ടൻ ഭാര്യയുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ വന്നതാണ്. എന്നാൽ അതിനുള്ളിൽ നാട്ടുകാർ അവനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. അയ്യോ, എൻ്റെ ഭർത്താവിനെ വലിച്ചഴിച്ചുകൊണ്ട് പോവാണല്ലോ എന്ന് കരുതി ഭാര്യയ്ക്ക് വളരെ വിഷമാവുന്നു. ഭർത്താവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി കൊല്ലാനായി ആ കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയില്ലേ, ഇതെല്ലാം ഒരു ബാൽക്കണിയിൽ നിന്ന് കണ്ടിരുന്നു. അന്യായമായി എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്യുകയാണല്ലോ എന്നോർത്ത് അവർ വളരെ സങ്കടപ്പെട്ടിരുന്നു. ഈ കഥകളെല്ലാം പറയുന്നത് ആരാണെന്ന് നോക്കിയാൽ അത് പ്രിയയാണ്. പ്രിയ പറയുന്നത് ആ ഭാര്യ ഞാൻ തന്നെയാണ്, എൻ്റെ ഭർത്താവിനെ തിരികെ ജീവിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ്. അതായത് ഇതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ കാണാതായല്ലോ, അവരെല്ലാവരും ഈ കിണറ്റിലേക്ക് തന്നെയാണ് ചാടിയത്. അവർ സ്വയം ചാടിയതായിരിക്കില്ല, അവരെ പതുക്കെ പതുക്കെ അവൾ കൺട്രോൾ ചെയ്തതാണ്. അങ്ങനെ കൺട്രോൾ ചെയ്താണ് അവരെ ചാടിച്ചത്. ഇതെല്ലാം അവൾ മായയോട് പറയുന്നു. എന്നാൽ മായയെ സംബന്ധിച്ച് ഇവർക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതായത് നീ അവളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതിലൊരു സംശയമില്ല, കാരണം ഞാൻ ആ ഫോട്ടോ കണ്ടതാണ്. നീ ആ ഫോട്ടോ കണ്ട് അത് ഞാൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിന്റെ മാനസിക പ്രശ്നം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്ക്. നീ ആരെയൊക്കെ കൊന്നാലും നിന്റെ ഭർത്താവ്, അതായത് നീ കരുതുന്ന നിന്റെ ഭർത്താവ് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ല, എൻ്റെ ഭർത്താവ് ഇത്രയും പെൺകുട്ടികളെ ബലി നൽകിയാൽ തിരികെ വരും, അദ്ദേഹം തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന് പ്രിയ പറയുന്നു. എവിടെ നിന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് മായ പറയാണ്. അവളും വാ എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിളിക്കുന്നു. അയാളുടെ പേര് ശങ്കർ എന്നാണ്. അവൾ ശങ്കർ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മായ പറയുന്നു. ഇല്ലില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് പ്രിയ വേറൊരു കാര്യം പറയുന്നു. അതായത് 60 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെ സങ്കടത്തോടെ കാണാതായി ആ കിണറ്റിനടുത്തേക്ക് വരുമ്പോൾ ഭർത്താവിൻ്റെ ആത്മാവ് വന്ന് സംസാരിക്കുന്നു. ഞാൻ ഈ തവണ മരിച്ചുപോയി, എന്നാൽ എനിക്ക് വേണ്ടി നീ ബലി നൽകിയാൽ ഞാൻ തിരികെ വരും എന്ന് ആ ആത്മാവ് പറഞ്ഞിരുന്നു. നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരും എന്നവർ ശബ്ദമെടുക്കുന്നു. നീ എത്ര വിളിച്ചാലും ആ ശങ്കർ വരില്ല. നീ ഒന്നും ശങ്കറിന്റെ ഭാര്യയല്ല, നീ പ്രിയയാണ്. നാട്ടുകാർ പറഞ്ഞു നീ ശങ്കറിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനുശേഷം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ മായ പറയുന്നു. അങ്ങനെ പറഞ്ഞ ശേഷം അവർ മേഘയെ രക്ഷിച്ച് അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നു. അത് കട്ട് ചെയ്ത് ഇപ്പോൾ ഗുരു നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ പൂക്കളൊക്കെ കൊഴിയാൻ തുടങ്ങും എന്ന് മനസ്സിലാവുന്നു. അതുപോലെ പൂക്കളൊക്കെ കൊഴിയാൻ തുടങ്ങാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം എന്ന് ഗുരു ചിന്തിക്കുന്നു. ഇവർ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോൾ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പ്രിയ ആ കിണറ്റിലേക്ക് ചാടുന്നു. കിണറ്റിലേക്ക് ചാടിയല്ലോ എന്ന് ഇവർ രണ്ടുപേരും ചിന്തിക്കുമ്പോൾ അങ്ങനെ ചാടിയ പ്രിയയെ ഒരു പ്രേതം രക്ഷിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതായത് ആ ശങ്കർ ശരിക്കും പ്രേതമായി തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അവൻ തന്നെയാണ് പ്രിയയെ എടുത്തുകൊണ്ട് വന്നിരുന്നത്. ഇത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ശങ്കർ പ്രിയയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരിക്കും പ്രേതമൊന്നുമില്ല എന്നാണല്ലോ മായ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രേതത്തെ നേരിട്ട് കണ്ട ഉടനെ അവൾ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ആ പ്രേതം ഈ 2 പെൺകുട്ടികളെയും എടുത്ത് അമ്മാനാടുവാണ്. ആ പ്രേതത്തിന് ഇപ്പോൾ ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തിയൊക്കെ വെച്ച് അത് ഇവരെ ആക്രമിക്കുന്നു. ആ സമയത്ത് ഗുരു അവിടേക്ക് വരികയാണ്. ഗുരുവിന്റെ കയ്യിലും ശക്തിയുള്ളതായി നേരത്തെ കാണിച്ചിരുന്നല്ലോ. അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ച് ആ പ്രേതത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. മായയ്ക്ക് പരിക്ക് പറ്റിയിരുന്നല്ലോ. ഇപ്പോൾ മായയ്ക്ക് അദ്ദേഹം ചില ശക്തികളൊക്കെ നൽകുന്നുണ്ട്. തന്റെ കയ്യിലുള്ള ശക്തികളൊക്കെ അയാൾ മായയ്ക്ക് നൽകുന്നു. അപ്പോഴാണ് പ്രീതി അവിടേക്ക് വരുന്നത്.
ശരിക്കും ഗുരു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പ്രീതിയും. ഇപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് പ്രീതി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാം ചേർന്ന് എങ്ങനെയെങ്കിലും ആ പ്രേതത്തെ നിയന്ത്രിക്കണമെന്ന് കരുതുകയാണ്. അതായത് പ്രിയയുടെ ശരീരത്തിൽ ആ ശങ്കറിന്റെ പ്രേതം കയറിയിട്ടുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കണം എന്നവർ കരുതുന്നു. ശരിക്കും പ്രിയ കരുതുന്നത് ചേട്ടന്റെ പ്രേതമാണ് തന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ അനിയന്റെ പ്രേതമാണ് അവളിൽ കയറിയിട്ടുള്ളത്. ചേട്ടൻ മരിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അനിയൻ തന്റെ ജീവൻ സ്വയം ബലി നൽകിയിരുന്നു. വേറെ എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ബലി നൽകിയത്. അവന്റെ പ്രേതമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ചേട്ടന്റെ പേരാണ് ശങ്കർ. ചേട്ടനാണ് വിവാഹം കഴിച്ചത്. അനിയന്റെ പേര് വിദ്യാഹർ എന്ന് പറഞ്ഞിരുന്നല്ലോ. അവൻ വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല. ചേട്ടന്റെ ഭാര്യയെ പറ്റിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നവൻ ചിന്തിച്ചു. ചേട്ടനെ പോലെ അവൻ ആ ഭാര്യയോട് സംസാരിച്ചിരുന്നു. ഇത്രയും പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. അവരും തന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവരെ കൊന്നിരുന്നു. ഇപ്പോൾ 3 പേരും ചേർന്ന് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നു. ആ പെൺകുട്ടിയുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് ആക്രമിക്കുമ്പോൾ ഉള്ളിലുള്ള പ്രേതം പുറത്തേക്ക് വരുന്നു. ശരിക്കും പുറത്തേക്ക് വരുന്നത് ചേട്ടന്റെ പ്രേതമല്ല, ആ അനിയന്റെ പ്രേതമാണ്. ഇപ്പോൾ പുറത്തു വന്ന ഉടനെ അവൾ പ്രായമായ ഒരാളെ പോലെയായി മരിക്കുന്നു. അതായത് പ്രിയ എന്നൊരു പെൺകുട്ടിയേ ഇല്ല. ആ കാലത്ത് രാജ്ഞിയായിരുന്നില്ലേ, അതായത് ചേട്ടനെ കല്യാണം കഴിച്ച രാജ്ഞി, അവരാണ് ഇത്രയും വർഷമായി ജീവിച്ചിരുന്നത്. ഇപ്പോൾ എന്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയല്ലോ എന്നോർത്ത് ആ അനിയന്റെ പ്രേതം ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ അനിയന്റെ പ്രേതം ഒരു പ്രേതമായി തന്നെ അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരുപാട് ശക്തിയുണ്ടല്ലോ, ഇവർക്ക് അവനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവർ വല്ലാതെ പാടുപെടുന്നുണ്ട്. അവൻ പ്രിയയെ പറ്റിച്ച് ഓരോരുത്തരെയായി ബലി നൽകിച്ചില്ലേ, അതായത് പ്രിയ ഭർത്താവിനെ രക്ഷിക്കാമെന്ന് കരുതി ഓരോരുത്തരെയായി ബലി നൽകിയില്ലേ, അതുവഴി ഇവൻ തന്റെ ശക്തി ഭയങ്കരമായി വർദ്ധിപ്പിച്ചു. ആ ശക്തി ഉപയോഗിച്ച് ഇവരുടെ കഥ കഴിക്കാൻ അവൻ തയ്യാറാവുന്നു. അതിനുള്ളിൽ ആ ഗുരു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ദൈവം തന്നെ രക്ഷിക്കാനായി വരുന്നു. ഇദ്ദേഹം ഹനുമാൻ ഭക്തനാണെന്ന് മനസ്സിലാവുന്നു. സാക്ഷാൽ ഹനുമാൻ തന്നെ അവിടേക്ക് വരുന്നു. ഹനുമാനും ആ അനിയൻ വിദ്യാഹറും തമ്മിൽ അവിടെ യുദ്ധം നടക്കുന്നു. ഒരു ഘട്ടത്തിൽ ദൈവത്തിന്റെ സഹായത്തോടെ ഗുരു അവനെ നിയന്ത്രിച്ച് ആ കിണറ്റിൽ തന്നെ വെച്ച് അവനെ ലോക്ക് ചെയ്യുന്നു. അതായത് കിണറ്റിൽ ചില മന്ത്രങ്ങളൊക്കെ ചെയ്ത് അവനെ അവിടെ ബന്ധിക്കുന്നു. സത്യത്തിൽ പ്രിയ എന്നൊരു കഥാപാത്രമേ ഇല്ല. ആ പ്രിയ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുന്നു. അതേസമയം മായയ്ക്ക് ഇപ്പോൾ പ്രേതത്തിലൊക്കെ വിശ്വാസം വന്നിരിക്കുന്നു. ഇപ്പോൾ മായ അവിടെ നിന്ന് പോവാൻ തയ്യാറെടുക്കുകയാണ്. മേഘയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ വളരെ നന്നായി തന്നെ ഇരിക്കുന്നുണ്ട്. മായയെ യാത്രയാക്കാൻ വേണ്ടി വാതിലിനടുത്ത് വന്ന് അവൾ ബൈ ഒക്കെ പറയുന്നുണ്ട്. മായയും ഇപ്പോൾ പ്രേതങ്ങളെയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയല്ലോ. ബൈ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും മടങ്ങുന്നു. ഇപ്പോൾ ഗുരു പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എന്തോ അപശകനം നടക്കാൻ പോകുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. കാരണം അയാളുടെ വീട്ടിലുള്ള തോട്ടമെല്ലാം കത്തിക്കരിയാണ്. ഇതെന്താണ് കത്തുന്നതെന്ന് ഓർത്ത് അയാൾ ഞെട്ടുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ഒരാൾ പൂജ ചെയ്യുന്നതായി കാണിക്കുന്നത്. അതായത് വിദ്യാഹറും ശങ്കറും എങ്ങനെയായിരുന്നോ അതുപോലെ ഒരാളാണ് അവിടെയുള്ളത്. അവനൊരു സ്ഥലത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സാധ്യമാണെന്ന് അറിയില്ല. ആ വിദ്യാഹർ മറ്റൊരു ജന്മം എടുത്ത് വന്നിരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥ അവർ അവസാനിപ്പിക്കുന്നു. അടുത്ത പാട്ടിന് ഒരു ലീഡ് കൊടുത്തതുപോലെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.